എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണ്. അൽഹംദുലില്ലാ നമുക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോഴേതാ ഞാൻ പ്രൊജക്റ്റ് മീറ്റിങ്ങിന് പോവുകയാണ്. ചോക്കാട് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് കേട്ടോ മീറ്റിംഗ്. അപ്പോൾ എൻ്റെ പിന്നാലെ ഒരു ബൈക്കിൽ ഒരാളിനെ പിന്തുടരുന്നുണ്ടായിരുന്നു പൂക്കോട്ടും വാടത്തുനിന്ന്. അപ്പോൾ അത് ആരാന്ന് എനിക്കറിയില്ല. ഞാൻ സ്പീഡിൽ പോയാൽ ആളും സ്പീഡിൽ പോരും എൻ്റെ പുറകെ. ഞാൻ പയ്യെ പോയാൽ ആളും പയ്യെ. എൻ്റെ മുന്നിൽ പോകണമില്ല. അപ്പോൾ എനിക്ക് എന്തോ ഒരു പേടി. പിന്നെ ആൾക്കാരില്ലാത്ത റോഡൊന്നുമല്ല, ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നാലും എനിക്കെന്തോ ഒരു പേടി. പിന്നെ എൻ്റെ ശരീരത്തിൽ സ്വർണ്ണമൊന്നുമില്ല കേട്ടോ, ഒരു തരി പൊന്നു പോലും ഇല്ല, എനിക്ക് ഒന്നുമില്ല. കമ്മലോ മാലയോ വളയോ മോതിരം ഒന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ കാതിൽ മേക്കാതിൽ ഒരു ചെറിയൊരു കുഞ്ഞു റിങ്ങും ഒരു കുഞ്ഞു സ്റ്റഡും ഉണ്ട്, അല്ലാതെ ഒന്നും എനിക്കില്ല കേട്ടോ. അത് പിന്നെ അതിമാത്രമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ആൾ പോയി. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ മുന്നിൽ വണ്ടി നിർത്തിയിട്ടിരുന്നു. വീട്ടിൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെറുതെ ഫോൺ ചെയ്യണ പോലെ നിന്നു. ആൾ പോയപ്പോൾ ഞാൻ വണ്ടി എടുത്ത് പോരാന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മീറ്റിങ്ങിന് പോരുകയാണ്. ചോക്കാട് പഞ്ചായത്തിൽ വെച്ചിട്ടാണ് പ്രൊജക്റ്റ് മീറ്റിംഗ്. അപ്പോൾ അതാ ഞാൻ മീറ്റിംഗ് ഹാളിലെത്തി. ഞങ്ങൾക്ക് മീറ്റിങ്ങൊക്കെ തുടങ്ങി. ഒരു 12 മണിയാവാൻ നേരത്താണ് കേട്ടോ ചായ കിട്ടിയത്. നല്ല പഴംപൊരിയും നല്ല ചൂടുള്ള പാൽ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഞങ്ങൾ അതൊക്കെ കഴിച്ചു, പഴംപൊരി കഴിച്ചു, ചായ കുടിച്ചു. എന്നിട്ടും കുറേ സമയം മീറ്റിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് ഉള്ളത് ഞാൻ പാത്രത്തിലെടുത്തിരുന്നു. പക്ഷെ അത് ഞാൻ എടുത്ത് വണ്ടിയിൽ വെക്കാൻ, ബാഗിൽ വെക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ചോറില്ല. പിന്നെ ഹോട്ടലിൽ പോയി ചോറ് കഴിക്കണമെന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ പച്ചവെള്ളമാണ് കുടിച്ചത്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് തന്നെ ചോറ് കഴിക്കുള്ളൂ തീരുമാനിച്ച് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങി പോരുകയാണ്. 2ാം നിലൻ്റെ മുകളിൽ, പഞ്ചായത്തിൻ്റെ 2ാം നിലൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾക്ക് മീറ്റിംഗ്, പ്രൊജക്റ്റ് മീറ്റിംഗ് കേട്ടോ. അപ്പോൾ ക്ലാസ് മീറ്റിംഗൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വന്നു. അപ്പോൾ ഇനി തിരിച്ച് പോകുമ്പോൾ എനിക്ക് മീൻ മാർക്കറ്റിൽ പോകണം, മീൻ വാങ്ങണം. 2 ആഴ്ചയൊക്കെ ആയിട്ടോ മീൻ കഴിച്ചിട്ട്. മീൻ കഴിക്കാൻ നല്ല പൂതി അയക്കണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു മീൻ വാങ്ങിക്കണം എന്ന് മനസ്സിൽ വിചാരിച്ച് ഞാൻ വേഗം പോരുകയാണ്. അപ്പോൾ അതാ ചെറിയൊരു മഴച്ചാറ്റിലുണ്ടോ എന്നൊരു സംശയം, ചെറിയൊരു കള്ള വെയിലുണ്ട് കേട്ടോ. അപ്പോൾ അതാ 2ാം നിലൻ്റെ മുകളിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോന്ന്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇറങ്ങിപ്പോന്ന് ഞാൻ വണ്ടി എടുത്ത് ഞാൻ പൂക്കോട്ടുംപാടത്തേക്ക് പോരുകയാണ്. പൂക്കോട്ടുംപാടം വന്നിട്ട് വേണം എനിക്ക് മീൻ മാർക്കറ്റിൽ പോയിട്ട് ഒരു മീൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ മീൻ മാർക്കറ്റിൽ പോവുകയാണ്. വണ്ടി എടുത്തതിന് ശേഷം പൂക്കോട്ടുംപാടത്ത് നിന്ന് മീൻ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് നേരെ പോകണം. അപ്പോഴത്തേന് പിന്നെ 3 മണി 3:30 4 മണിയൊക്കെ ആവും കേട്ടോ വീട്ടിലെത്തുമ്പോഴത്തേന്. അപ്പോൾ പിന്നെ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. വയറ്റിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിൽ വിശന്നിട്ട് എന്തൊക്കെയോ സൗണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഹോട്ടലിൽ പോയി ഒന്ന് കഴിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അതാ വണ്ടി ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. വണ്ടി എടുത്തിട്ട് ഞാൻ നേരെ പൂക്കോട്ടുംപാടത്തെത്തി മീൻ മാർക്കറ്റിൽ പോയി വലിയൊരു പേദൽ മീനെ വാങ്ങിട്ടോ. അപ്പോൾ അതാ ഈ പേദൽ മീൻ കഷ്ണങ്ങളാക്കി വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കുകയൊക്കെ വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.